ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും പിന്നെ നമുക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാനുള്ള ഫേഷ്യൽ ചെയ്ത പോലത്തെ ഒരു പ്രതീതി വരുന്ന ഒരു അടിപൊളി ലുക്ക് തോന്നുന്ന ഒരു അടിപൊളി ടിപ്സ്, പിന്നെ എൻ്റെ അടിപൊളി പാട്ടുകളുണ്ട് കേട്ടോ. നിങ്ങൾ കാണാതിരിക്കല്ലേ, കണ്ടിട്ട് അടിപൊളിയാന്ന് തന്നെ അങ്ങ് പറഞ്ഞേരും കേട്ടോ. വെറുതെ നമ്മളോട് എന്തിനാ കൊള്ളത്തില്ല എന്ന് പറയുന്നത്, അടിപൊളിയാന്ന് തന്നെ അങ്ങ് വിട്ടേരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പം നമ്മുടെ കുളിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഞാൻ പരത്തുമായിരുന്നു കേട്ടോ. കുഴച്ച് മുറിച്ച് പോരത്തി എടുത്ത് ഉണ്ടാക്കി. ഉരുളക്കിഴങ്ങ് മസാല ഇട്ട് നമ്മുടെ എന്തോ ഒരു മസാല, വെജിറ്റബിൾ മസാല ഇല്ലേ, അതിട്ടൊരു കറി ഇങ്ങോട്ട് വെച്ച്, പിന്നെ നമ്മൾ അതിനൊരു കോമ്പിനേഷൻ ആയിട്ട് അച്ചാറും കൂടെ അതിനകത്തോട്ട് ഇട്ട് നമ്മൾ അങ്ങോട്ട് കഴിച്ചെൻ്റെ പൊന്ന് സാറേ. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ കൂർക്ക എന്തായിരുന്നു അച്ചിങ്ങയും കൂടെ മെഴുക്കുവരട്ടി വെച്ചു. കുഞ്ഞു മത്തി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ വറുത്തരച്ച് വെച്ചത് അതിരിപ്പുണ്ട്. ഇന്നത്തെ അത് ഒന്നുകൂടെ എടുത്ത് ചൂടാക്കണം. ചൂടാക്കി വെച്ചാൽ നമുക്ക് അവനൊരു തീരുമാനമാകും. പിന്നെ നമ്മുടെ മീൻ വറുക്കാനുണ്ട്, മീൻ ഇന്ന് വറുത്ത് വെക്കാം. പിന്നെ കുഞ്ഞുമത്തി കുറച്ചിരിപ്പുള്ളത് നമ്മൾ തേങ്ങ അരിച്ച് പച്ചമുളകും എല്ലാം കീറിയിട്ട് അടിപൊളിയായിട്ട് ഒരു കറി വെച്ച് വെച്ചിട്ടുണ്ട്. കൊടംപുളി ഇട്ട് കറി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഒന്ന് ഇച്ചിരി വേസ്റ്റൊക്കെ കളയാനുണ്ട്, അതൊക്കെ കൊണ്ട് കളയണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി ഉണ്ട്, മെഴുക്കുവരട്ടി ഉണ്ട്, മീൻകറി ഉണ്ട്, ധാരാളം മതി. പിന്നെ നമ്മുടെ എത്ര മണിയായി? 10:45 ഉള്ളൂ. മീൻ വറക്കുകയും കൂടെ ചെയ്യാനുള്ള എടുത്തോണ്ട് വരട്ടെ. മീൻ വറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് പക്ഷേ വെള്ളമയം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനകത്ത് കേട്ടോ. ആ പാത്രത്തിനകത്ത് അടച്ചങ്ങ് വെച്ചു. എൻ്റെ മുഖസംരക്ഷണമൊക്കെ ചെയ്തിട്ട് വല്ലോ കത്തിക്കഴിഞ്ഞ് പോയെങ്കിൽ പിന്നെ നമ്മുടെ പൗഡർ പായ്ക്ക് അടിപൊളി എൻ്റെ പൊന്നു സാറ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതും പിന്നെ ഏതാണെന്നറിയാവോ, നമ്മുടെ റാഗി പൗഡർ വെച്ച് ഉണ്ടാക്കിയില്ലായിരുന്നു. റാഗി പൗഡറിൻ്റെ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഉടനടി റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളായിട്ട് എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് മാത്രമേ കമൻറ്റ് ഇടാവുള്ളൂ. അല്ലാതെ ചെയ്യാതിരുന്ന് നോക്കിയിട്ട് കമൻറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എല്ലാവരും എല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ. നല്ലത് മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അപ്പൊ ഇനി കൊച്ചിനുള്ള മീൻ വറുത്തത് മാത്രം മതി. അപ്പം ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കഷ്ണങ്ങളുണ്ട്. നാളത്തേക്കും ഒക്കെ ആയി. പിന്നെ നമ്മുടെ അവിയൽ നിരത്തി ഇരിപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിയെ സെർവ് ചെയ്യാം. ഇംഗ്ലീഷ് അതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം. അവിയലുണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ അമ്മയുടെ അനിയത്തി, എറണാകുളത്തുള്ള അനിയത്തിയും മോളും മകനും കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ അവർക്ക് എടുക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല ഹിറ്റയ്ക്കൊന്നും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് കേട്ടോ. ചിലവർക്കൊന്നും ഇഷ്ടമില്ലല്ലോ വീഡിയോയിൽ നിൽക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ അവരുടെ ഇഷ്ടത്തെ മാനിക്കണ്ടേ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോയില്ല. അപ്പോൾ ഇന്നലെ മീൻകറിയും എല്ലാം അവിയലും എല്ലാം ഉണ്ടായിരുന്നു. അവിയല് ക്യാബേജ് ഇന്നലെ വെച്ച കറി പറഞ്ഞില്ലല്ലോ. ക്യാബേജ് തോരൻ, അവിയല്, ഇന്നലെയാണ് പുളിശ്ശേരി വെച്ചത്, മീൻകറി, ചിക്കൻ വറുത്തത്, ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോ അതിന്റെയാണ് ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ. ഇന്ന് പക്ഷെ മത്തിക്കറി വെച്ചു. ഇന്നലെ വെച്ചത് വറുത്തരച്ച് വെച്ച മീൻകറിയായിരുന്നു. ഇന്ന് തേങ്ങ അരച്ച് കറി വെച്ചു. പിന്നെ മീൻ വറുക്കുന്നു, അച്ചിങ്ങ കൂർക്കയും കൂടെ മെഴുക്കുവരട്ടി വെച്ചു, അവിയൽ എടുക്കുന്നുണ്ട്, പുളിശ്ശേരി എടുക്കുന്നില്ല കേട്ടോ. ഇതിനെ കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടും വെച്ചേക്കാം. വറുത്തരച്ച് വെച്ച മീൻകറി എന്ന് പറഞ്ഞാൽ തലേദിവസം വെച്ച് പിറ്റേ ദിവസം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ എൻ്റെ പൊന്നെ എന്താ ഒരു ടേസ്റ്റ് അല്ലേ, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി കഴിഞ്ഞാൽ വരാം കേട്ടോ. അപ്പൊ നമ്മുടെ മീന് ഒരു വശം മൂത്ത് മറിച്ചിട്ടു. ഇനി അടുത്ത ഒരു വർഷം കൂടെ മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. ഇന്നത്തെ ഉച്ച വരെയുള്ള പണി എൻ്റെ തീർന്നസാറ്. അപ്പൊ നമുക്ക് അടുത്ത എന്താ നോക്കാം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ.
അപ്പം ഇന്നൊരു അടിപൊളി ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഞാൻ ഇന്നും മുഖത്തൊന്നും തേക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമല്ലേ പൗഡറിൻ്റെ ഫേഷ്യൽ ചെയ്തത്. അതുകൊണ്ട് എപ്പോഴും ഒന്നും ഞാൻ മുഖത്ത് അങ്ങനെ ടിപ്സ് ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമുക്ക് അങ്ങനെ അത് കൊള്ളത്തില്ല. നമ്മൾ എപ്പോഴും സ്ഥിരം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കും പ്രായമൊക്കെ മുമ്പോട്ടായിക്കൊണ്ടിരിക്കുമല്ലേ, പിള്ളേരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ബൗളെടുക്കുക. മുഖത്തിന് പെട്ടെന്ന് നമ്മുടെ കരിവാളിപ്പെല്ലാം മാറാനും മുഖം നല്ല ഗ്ലോ ആയിട്ടും ബ്യൂട്ടി പാർലറിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ടിപ്സാണിത്. ഒരു ബൗൾ എടുക്കുന്നു. ബൗളിനകത്തോട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ, ഗോതമ്പ് പൊടി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കുക. 2-3 സ്പൂണ് മുഖത്തും കയ്യേലും കാലേലും എല്ലാം തേക്കാം കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മുഖം വെളുക്കുന്ന പോലെ കൈയും കാലും ഒക്കെ വെളുക്കാണ്. ഈ ഒരു ടിപ്സ് നിങ്ങളുടെ മുഖം വെളുക്കുന്ന പോലെ തന്നെ കൈയും കാലും എല്ലാം നല്ല വ്യത്യാസം വരും. ദിവസവും ഇത് കയ്യേലും കാലേലും തേച്ചോളൂ കേട്ടോ. മുഖത്ത് ഡെയിലി തേക്കണ്ട, കയ്യേലും കാലേലും ദിവസവും ഇത് തേച്ചോ. നല്ല വ്യത്യാസം വന്ന് നല്ല കളർ വരും കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ആവശ്യത്തിന് എടുക്കുന്നു. അതിനകത്തോട്ട് കോഫി പൗഡർ 2 സ്പൂണ് 2 സ്പൂൺ കോഫി പൗഡർ ഇട്ടു. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ്, ഉരുളക്കിഴങ്ങിനെ നമ്മൾ ഇങ്ങനെ മറ്റേ ഇതേ വെച്ച് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതിൻ്റെ നീര് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് അതിൻ്റെ ജ്യൂസ് വേണം കേട്ടോ. നല്ലതായിട്ട് ഇച്ചിരി ഒരു 5 മിനിറ്റ് ഒന്നിച്ച് ചേർത്ത് നല്ലതായിട്ട് കൂട്ടാക്കി മിക്സ് ചെയ്ത് നിങ്ങളുടെ മുഖമൊക്കെ കഴുകി കൈയും കാലും എല്ലാം കഴുകിയതിന് ശേഷം നിങ്ങൾ ആ പായ്ക്ക് മുഖത്ത് നന്നായിട്ടിട്ട് കൊടുക്കുക. സൂപ്പറാണ്, അടിപൊളിയാണ്. ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് കഴുകിക്കളയുക. ഒരു ഡ്രൈ ആകുമ്പോഴത്തേക്കും ഒന്ന് കഴുകിക്കളയുക. കാലയിലും കയ്യിലും എല്ലാം നിങ്ങൾക്ക് തേക്കാം. നിങ്ങൾ പാർലറിലെങ്ങും പോണ്ട, ഇതുപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ. സൂപ്പർ ടിപ്സാണ്. പിന്നെ പൗഡർ ടിപ്സ് അടിപൊളിയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, വയറ് പറയാനുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, അതൊക്കെ നിങ്ങൾ യോഗ അതൊക്കെ ചെയ്യണം. ശരിക്കും നമ്മൾ ശരീരം കൈയും കാലും മുഖവും എല്ലാം നോക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണം, കാത്തു സൂക്ഷിക്കണം. ശരിയല്ലേ? പിന്നെ മുടി ഇതുവരെയും വളരാത്തവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ മുട്ട ടിപ്സ് ആഴ്ചയിൽ 1 ചെയ്യുക. ഞാൻ പറഞ്ഞത് പേരയിലയുടെ ചെയ്യുക. പേരയില ചെയ്താൽ 100% റിസൾട്ട് നല്ല മുടിയെല്ലാം ഇങ്ങനെ നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയും മോളും ഒക്കെ, അവൾക്ക് എൻ്റെ മുടി കണ്ടിട്ട് സത്യമായ കാര്യമാണ്. അവൾ പറയാം, ചേച്ചി ഇത് എന്നെ ചേച്ചി പണ്ടത്തെ ചേച്ചിയുടെ മുടി എന്നതായിരുന്നു. ഇതുണ്ടോ, നീണ്ടോണ്ടിരിക്കുക, ഇതുണ്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഇതാ ശരിക്കും ഇത് മുടിയുടെ അറ്റം കണ്ടോ, എല്ലാം നീണ്ടു വരുന്നുണ്ട്. എന്തും മുടി വെച്ചിക്ക് വളർന്നു. ഞാൻ പറഞ്ഞു നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. അവള് ഒത്തിരി ചിലവരുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുത്തൊന്നുമില്ല, അങ്ങനത്തെ ടൈപ്പ് അവളും. അതുകൊണ്ട് കൂടുതൽ അവളോട് പറഞ്ഞില്ല. പക്ഷെ എന്താണ് ഇത്, ചേച്ചിയുടെ മുടി നല്ലതായിട്ട് വളർന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ ഇന്നാളൊരു പ്രാവശ്യം വന്നായിരുന്നു. അന്ന് വന്നപ്പോഴത്തേക്കും അതിലും നല്ല നീളവും എല്ലാം ഉള്ളെല്ലാം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉള്ളു വെച്ചതിൻ്റെ കാരണം ഈ പേരയുടെ അല്ല കേട്ടോ, സത്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ചെയ്തോണം. പേരയില ഇവിടെ കുരുന്നെടുത്തിട്ട് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയേക്കുന്നത്. കുരുന്ന് തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ചക്കലം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എപ്പോഴാണെന്ന് വെച്ചാൽ കുളിക്കുന്ന സമയം നിങ്ങൾ നന്നായിട്ട് സ്കാൽപ്പലെല്ലാം, അതിനു മുമ്പ് ഏതെണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് സ്കാൽപ്പലെല്ലാം തേച്ച് 10 മിനിറ്റ് ഇരുന്നിട്ട് മുടി അഴിച്ചിട്ടിട്ട് ഈ പേരയുടെ ജ്യൂസ് നന്നായിട്ട് തേക്കുക. എൻ്റെ സത്യമുള്ള കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് മുടി വളരാനും മുടിക്ക് ഉള്ളു വരാനും കുട്ടി മുടികളെല്ലാം വളർന്ന് വരാനും ഏറ്റവും ബെസ്റ്റായ കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ വേറെന്താണ്, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ നമ്മുടെ വഴിയൊക്കെ വൃത്തിയാക്കി ഞാൻ കാണിച്ചായിരുന്നു ഇല്ലല്ലോ. അപ്പം അതും കൂടെ നമുക്ക് കാണിക്കാം. കാരണം കഴിഞ്ഞ ദിവസം കണ്ട് അതെല്ലാം ചെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെ എനിക്കിത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ വാഴയൊക്കെ വെച്ചായിരുന്നു, വാഴയും വെച്ചു. ഇതുമെല്ലാം വെച്ചപ്പോഴത്തേക്കും അതിനെല്ലാം കാണിക്കാൻ നേരം എന്തായിരുന്നു സമയം കിട്ടിയില്ല. അപ്പം ഇനി അത് കാണിക്കാം. പിന്നെ എൻ്റെ വഴുതന വളർന്നത് കാണിച്ചില്ലല്ലോ, അത് കാണിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാം. അപ്പം ഉച്ചക്കലത്തെ ജോലികളും ഈ ടിപ്സും എല്ലാം
ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ നമുക്ക് കാണാം. വെച്ച പച്ചമുളക് ഇതാ കേട്ടോ. പച്ചമുളകേല് ഇതാ പച്ചമുളകൊക്കെ ഉണ്ടായി തുടങ്ങി. പതുക്കെ ഇതാ ഓരോന്നുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂക്കളും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴുതന ഇതാ ഇത്രയൊക്കെ ആയി ഇവിടെ ഉണ്ട്. ഈ ഒരു വഴുതനയ്ക്ക് എന്തോ മേലാഴിയ വന്നേ. അപ്പം ഞാൻ എന്നാ ചെയ്തു, അതിന് ഇച്ചിരി ശുശ്രൂഷിച്ചപ്പോൾ ഇതാ അതിന് വീണ്ടും പൊട്ടിയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. കണ്ടോ, ഇത് പൊട്ടി കിളുത്ത് വരുന്നുണ്ട്. ഇത് നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാനാണ്. ഇതാ ഇവിടെ ഒരു വഴുതനയുണ്ട്. കണ്ടോ, ഇനി അപ്പുറത്തൊരു പച്ചമുളകുണ്ട്, അതും കാണിച്ചു തരാവേ. ലേഡിയുടെ ഒരു കുരു എടുത്ത് വെച്ചേക്കുവാണ്, വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടേ നമുക്കിതിനെ പാകണം. ചോദിച്ചു ചൈനീസ് ഓറഞ്ച് ഇപ്പം ഇല്ലേന്ന് പ്രീതിയാന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട് കേട്ടോ, ഇഷ്ടമാതിരി എപ്പോഴും ഉണ്ട്. പക്ഷേ സീസണാണ് ഇപ്പോൾ. ഇതാ പൂ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പം ഇനി ഇനിയും ഉണ്ടാവും കേട്ടോ. എന്നാലും നിറച്ച് ഇപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പച്ചമുളകിനെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ കരിവേപ്പ് ഒരെണ്ണം ഒരു പരുവാക്കി ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് എന്നാലും പുഴു വരുന്നുണ്ട്. ഞാൻ മറ്റേ കായൻ ടിപ്സ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ തുളസിയൊക്കെ ഇത് നിൽക്കുന്നത്. ഇത് നമ്മുടെ ചീരച്ചേമ്പ കണ്ടോ, ചീരച്ചേമ്പ്. ഇത് ഇതാ ഒരു പച്ചമുളക് ഇവിടെയും വെച്ചിട്ടുണ്ട്. അവനും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവന് ചാണകപ്പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ വഴി വൃത്തിയാക്കിയെന്ന് പറഞ്ഞത്. കണ്ട, സൂപ്പറല്ലേ, സൂപ്പറായില്ലേ. ഇതാ പേരയ്ക്കാണെങ്കിൽ നിറച്ചുണ്ട്. ഇത് നമ്മുടെ മൂത്ത ചേച്ചിക്കാണ് ഇതിനൊക്കെ പ്രാന്ത് കേട്ടോ. ഈ പേരയ്ക്കൊക്കെ കാണുമ്പോൾ പൊട്ട് വരെ അവൾ പറിച്ച് തിന്നുവേ. നിറച്ചുണ്ട് കണ്ടോ, ഒരു ഇല കാണാവോ, നിറച്ചുണ്ട്. അവൾ വരുമ്പോൾ അവൾ പറിച്ച് തിന്നോളും. ഇതാ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി. ഞാൻ വിചാരിച്ചിനി നമുക്ക് വല്ല നടണമെങ്കിലും ഇവിടെയൊക്കെ നടാം കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കലാണ് പാട്. ഓസിട്ടൊഴിച്ചാൽ മതി, എന്നിരുന്നാലും പാട് തന്നെ. അയ്യോ, നമ്മുടെ അടുപ്പെടുത്തോണ്ട് വെച്ചില്ലായിരുന്നു, ദൈവമേ. ഇതാ കണ്ട വാഴ ഇവിടെ എല്ലാം വൃത്തിയാക്കി. കണ്ട, വൃത്തിയാക്കി. ഇത്രയും ഭാഗമേ വൃത്തിയാക്കിയുള്ളൂ കേട്ടോ. ചേട്ടൻ കാറ്റൊക്കെ അടിക്കാൻ പോയതായിരുന്നു. അപ്പം ഇതാ വന്നു ചേട്ടൻ. ദോണ്ട ചേട്ടൻ വന്നു. ദോണ്ട് ഉയ് ദോ 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 എന്നെ കണ്ടിട്ടില്ല കേട്ടോ, അറിഞ്ഞിട്ടേ ഇല്ല. പുറത്തൂടെ ഞാൻ ചെല്ലട്ടെ. ഓ, ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ചേട്ടൻ വന്നപ്പോഴങ്ങനെ ചീരയും മേടിച്ചോണ്ട് വന്നു. ഞാൻ പിടിച്ചെന്നെ പിടിക്കണം. അപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് എൻ്റെ സീറ്റ് ഇതാട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ വന്നായിരിക്കുന്നത്. ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ അങ്ങ് ഇവിടെ കിടക്കും. നല്ല സുഖം ഇങ്ങനെ അങ്ങ് കിടക്കാൻ ഇവിടെ. ചുമ്മാ ജോലിയെല്ലാം കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കും. ചേട്ടൻ അവിടെ ഇരിക്കും, അമ്മ അവിടെ ഇരിക്കും, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം നമുക്കൊരു പാട്ട് പാടിയാലെന്താ? പാട്ടാണെങ്കിലും ചീത്തയാണെങ്കിലും അടിപൊളിയെന്നും പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് വിട്ടേക്കണേ കേട്ടോ. ഞാനൊരു പാട്ട് പാടാം. പഴം തമിഴ് പാട്ടിനെയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുത്തേ നിലവറമൈനമയങ്ങി കുളി സരസസുന്ദരി മണി നീയലസമായുറങ്ങിയോ കനവു പെയ്തോ രാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വിതുമ്പി വീണൊരു വിരസമായൊരാതിതാളം പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ചുമയുണ്ട്, അപ്പം അതങ്ങനെ വരുമ്പോഴത്തേക്ക് നിർത്തുന്നത്, അല്ലാണ്ട് അറിയാൻ വരാനിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ പാട്ട്? ഇനിയും പുതിയൊരു പാട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ ചെയ്യാം. വേണ്ടെങ്കിൽ ഓടിക്കോണോ എല്ലാവരും, വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വിട്ടോ.
ചട്ട് പുട്ടാന്നുള്ള പാട്ട് ഇനിയുണ്ട്. കിതച്ചത്തും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ ചിക്കിടി ചക്ക ചിങ്കിടി ചക്ക മണിക്കുന്ന താരോ കൂട്ടായി വന്നു ചിങ്കിടി ചക്ക ചിങ്കിടി ചക്ക ഓരോരോ തുടിക്കല പാടാം ഓരോരോ പണത്തളം തോടാം. ഓ അക്കര നിക്കര ചക്കര മാവിനൊരിത്തിരി മുത്തടി മുന്തരി മണിയുടെ കിങ്ങിണി കെട്ടി കൊനുകൊനു കൊനുകൾ കൂട് തുറന്ന് പറന്നിത് മധുമണി ഇതുവഴി അതുവഴി മധുവഴി മധുമണി ഇതുമഴി മധുമണി മധുമണി വഴി. അടിപൊളി പാട്ടല്ലേ, സൂപ്പറല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയുണ്ട്, ഇനി കേൾക്കണം. ഇനി ആലോചിച്ചിട്ട് പാടാം കേട്ടോ. ഇഷ്ടംമാതിരി എൻ്റെ കയ്യിൽ ഇഷ്ടംമാതിരി പാട്ട് ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ പാട്ടുകളും നല്ല അടിപൊളി പാട്ടായിട്ട് ഞാൻ പാടിത്തരാം കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ചീത്തയാണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം. എന്നെങ്കിൽ ഇനി പാട്ടൊക്കെ നല്ല അടിപൊളിയാക്കാൻ പറ്റത്തുള്ളൂ കേട്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിൽ എന്നാ ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ. നല്ല ഒപ്പിക്കണ്ടേ?